കോട്ടയം ജില്ലയിലെ അരുവിക്കുഴിയിലുള്ള മാനസിക വൈകല്യമുള്ളവരെ പുനരധിവസിപ്പിക്കുന്ന ലൂർദ് ഭവൻ ട്രസ്റ്റിന് 25 വയസ്സ് തികയുന്നു. 1999 ഫെബ്രുവരി 11 മാനസിക വൈകല്യമുള്ള 3 രോഗികളെ ദൈവകൃപയാൽ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചാണ് ജോസ് ആന്റണി ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനം ജോസ് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയായിരുന്നു. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന 100ഓളം മക്കൾ ഇവിടെ പുനരധിവസിക്കപ്പെടുന്നു. ധനലബ്ധിക്ക് വേണ്ടി ധ്യാനം കൂടാൻ പോയ ജോസ് ആന്റണിക്ക് ഈശോ ഏൽപ്പിച്ചു കൊടുത്തത് മാനസിക വൈകല്യമുള്ളവരെ സംരക്ഷിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമുള്ള ദൗത്യമായിരുന്നു. നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഫെബ്രുവരി 11 25 വർഷമായി. അനാഥരായിരിക്കുന്ന തെരുവിൽ കൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മാനസികരോഗികളെയാണ് നമ്മളിവിടെ ശുശ്രൂഷിക്കുന്നത്. ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മളൊരു 3 പേരെ എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ചെറിയ ഷെഡിനകത്താണ് ഇത് ആരംഭിക്കുന്നത്. കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ഭക്ഷ്യസ്ഥാനത്തിനായി അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കുന്ന ശുശ്രൂഷയെ കാണാനും അതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങളെ അങ്ങ് നിശ്ചയിക്കണമേ. ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും സാഹചര്യങ്ങളെയും അങ്ങയുടെ പ്രത്യേക സംരക്ഷണിക്കുകയും പരിപാലിക്കുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഹായപദ്ധതിയിലുണ്ട് ഞങ്ങളുടെ മക്കളാണെന്ന് എല്ലാവരോടും സ്നേഹത്തോടും സമൃദ്ധിയോടെ പെരുമാറുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ തക്കത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മക്കളോടൊപ്പം ആയിരിക്കുമ്പോൾ അങ്ങയുടെ തിരുമുഖം കാണാനും അങ്ങയെ ആരാധിക്കുവാനും അങ്ങയുടെ സ്നേഹം മക്കളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിന് ഞങ്ങൾ എവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളെല്ലാവരെയും ഇവിടെ ശുശ്രൂഷ ഞങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവരെയും ഇന്ന് ഈ ഭവനവുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെയും ഈ ഭവനത്തിന് വേണ്ടി മരുന്ന് വാങ്ങിത്തരുന്ന കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ കരുണയും സ്നേഹം നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, കനായിലെ കല്യാണ വിരുന്നിൽ അമ്മ മധ്യസ്ഥം വഹിച്ചതുപോലെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഈ ആവശ്യങ്ങളെ അവിടെ നേരിടുകയും അമ്മ ഈ ഭവനത്തിൽ വന്നു നിറയുകയും അമ്മ ഞങ്ങളോടൊത്ത് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തമാകുവാൻ തക്കതയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ജോസിൻ്റെ കുടുംബത്തിലേക്ക് മാനസിക വൈകല്യമുള്ളവരെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നത് ഏറെ പ്രയാസകരമായിരുന്നു. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. മത്തായി 6:26. ബഹുമാനപ്പെട്ട ജോർജ് പഴയപുര അച്ഛൻ്റെ 1000 രൂപയും നല്ലവരായ ദൈവമക്കളുടെ സഹായവും സ്വീകരിച്ച് ജോസിന്റെ കൊച്ചു വീടിനോട് ചേർന്ന് ചെറിയ ഒരു ഷെഡ് നിർമ്മിച്ച് ലൂർദ് ഭവൻ ട്രസ്റ്റ് എന്ന സ്ഥാപനം ആരംഭിച്ചു. ഈ ഭവനത്തിന്റെ 25 വർഷത്തെ വളർച്ചയ്ക്കായി ഓരോ ആവശ്യങ്ങളിൽ ദൈവം ഓരോരുത്തരെ നിയോഗിച്ചു. നാളിതുവരെ സൗഖ്യം പ്രാപിച്ച 432 പേരുടെ വീടുകൾ കണ്ടെത്തി ബന്ധുക്കളെ ഏൽപ്പിക്കുവാൻ സാധിച്ചു. പലവരുടെ സഹായത്താൽ ഇങ്ങനെ വളർന്നു വരികയും ഈ നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല മനോഹരമായിട്ടൊരു കെട്ടിടങ്ങൾ പണിയാനും അതുപോലെ തന്നെ ഇവർക്ക് വാസയോഗ്യമായ സ്ഥലം ഒരുക്കാനായിട്ട് സാധിച്ചത്.
ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ ഒത്തിരിയധികം കഷ്ടപ്പാടും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയും ഇപ്പം എല്ലാവർക്കും അറിയത്തില്ല എന്താ സംഭവം എന്നുള്ള അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെയും ദൈവകൃപയാൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ നമുക്കത് മാറിക്കിട്ടാൻ സാധിച്ചു. ഇപ്പോൾ ഈ ദേശത്തുള്ള ആൾക്കാരെല്ലാം ഈ ഭവനത്തെ അറിയുകയും ഇതിന് വേണ്ട സഹകരണങ്ങൾ ചെയ്തു തരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഭവനത്തിൽ വെച്ച് ഒരു 116 പേരോളം മരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ 25 വർഷം കൊണ്ട്. അപ്പോൾ പലരും നമുക്ക് വഴിയിൽ വെച്ച് പുഴുവരിച്ച് കിട്ടിയിരിക്കുന്ന വ്യക്തികൾ വരെയുണ്ട്. ഒരു ഔസേപ്പ് എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യം ഇവിടെ മരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനെ നമ്മുടെ കിട്ടുമ്പോൾ പുള്ളിയുടെ തലയിൽ കണ്ണിൻ്റെ പുരിയത്തിൻ്റെ അവിടെ പൊട്ടിയിട്ട് മുഴുവൻ പുഴുവരിച്ചിട്ട് വർഷങ്ങളായി ഇങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചികിത്സിക്കാണ്ടൊക്കെ നടന്ന് പുഴുവൊക്കെ പിടിച്ച് അരിച്ച് ഇങ്ങനെ ആണ് നമ്മുടെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കൈ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പുള്ളിയെ നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചികിത്സിക്കുകയും അത് കഴിഞ്ഞ് പുള്ളി ഇവിടെ വെച്ച് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അനുദിന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഓരോ ദിവസവും നല്ലവരായിരിക്കുന്ന നാട്ടുകാർ അനേക വ്യക്തികൾ നമ്മുടെ ഈ നാട്ടിലുള്ളവർ തന്നെ സഹായിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം കല്യാണം ഇങ്ങനെ മരണാനന്തര ഇത് വരുമ്പോൾ അത് അങ്ങനെ ഈ ഭവനത്തെ ഓർക്കും. പിന്നെ മാമുദീസ പിന്നെ ചാത്തം ഇങ്ങനെയൊക്കെയുള്ള വരുന്ന ഓർക്കുമ്പോൾ കല്യാണമൊക്കെ വരുമ്പോൾ ഈ ഭവനത്തെയും കൂടെ അവർ ഓർക്കുക, ഈ ഭവനത്തിന് ഭക്ഷണം തരികയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ചിലർ അരി മേടിച്ച് തരും, ചിലർ സാധനങ്ങൾ വാങ്ങിത്തരും. പിന്നെ നമുക്കൊരു കുടുംബം, അവരുടെ പേര് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല, ഒരു കുടുംബം നമുക്ക് വർഷങ്ങളായിട്ട് ഈ ഭവനത്തിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാനസിക രോഗത്തിൻ്റെ മരുന്ന് വാങ്ങിത്തരുന്നുണ്ട്. ഒരു വർഷങ്ങളായിട്ട് അവർ തന്നെയാണ് അത് വാങ്ങിത്തരുന്നത്. അവരുടെ ഒരു ഇതായിട്ട് അവർ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തികളാണ് അവർ. പിന്നെ അതുപോലെ ഓരോ വ്യക്തികളും ഇങ്ങനെ കടന്നു വന്ന് നമ്മളെ സഹായിക്കുന്നതുകൊണ്ടാണ് അന്നന്ന് ആവശ്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പം നമുക്ക് ഓരോ ദിവസവും ദൈവം തൻ്റെ കൈ പിടിച്ച് നമ്മുടെ കൈ കരം പിടിച്ച് നടത്തി കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്കൊത്തിരി അനുഭവങ്ങളുണ്ട്. നമുക്ക് ഒരു ദിവസമാണെങ്കിൽ നമുക്കൊരാൾ ഒരു ഇടവകയിൽ നമുക്ക് പൊതിച്ചോറ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത് കാര്യം പറഞ്ഞില്ല, അവർ മറന്നുപോയി അത് ശേഖരിക്കാനായിട്ട്. ഇപ്പം നമ്മളൊരു വൈകുന്നേരം 6:30 ആയപ്പം പൊതിച്ചോറ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ അതില്ല. അപ്പം നമ്മൾ ആ പാടൊരു വിഷമമായി. 6:30 ആയി. അപ്പം അന്നിവിടെ നമ്മുടെ ഈ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്നവർ വീട്ടിൽ പോയി വരുന്നവരാണ്. അപ്പോൾ അവരും പോയി, വേറെ ആരും ഇല്ല, ഒരു മാർക്കും ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറൊരാൾ വിളിച്ചിട്ട് 100 പേർക്കുള്ള ഭക്ഷണം ആ സമയം തന്നെ ഇവിടെ എത്തി. അങ്ങനെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ദൈവം കൂടെ നിന്ന് നമ്മളെ നയിക്കുന്ന ഒരു പരിപാലനയാണ് നമുക്കവിടെ സാധിക്കാൻ. ഈശോയുടെ പ്രത്യേക കരുണയും നല്ലവരായ ദൈവമക്കളുടെ സഹകരണവും കൊണ്ടാണ് ലൂർദ് ഭവൻ്റെ അനുദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. നമ്മുടെ സമൃദ്ധിയിൽ ഈ ഭവനത്തെയും ഈ സഹോദരരെയും ഓർമ്മിക്കുമല്ലോ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. മത്തായി 25:35. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. മത്തായി 10:40. ഈ ദൈവമക്കളെ സഹായിക്കുന്ന നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിവൈൻ നേച്ചർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ.